അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെയറിൻ്റെ ക്രോസ് സെറ്റ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ ഈ 4 കോർണേഴ്സും സെറ്റ് ചെയ്യണം. അതുകൂടെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഈ 4 കോർണേഴ്സും കൂടെ നമ്മൾ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ലെയർ കംപ്ലീറ്റ് ആവും. ഈ ഫസ്റ്റ് ലെയർ കംപ്ലീറ്റ് ആവും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലെയറിൻ്റെ 4 കോർണേഴ്സും എങ്ങനെ സെറ്റ് ചെയ്യുന്നത് എന്നാണ് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് ഒന്ന് ജസ്റ്റ് കാണിക്കാം. അതിനുശേഷം നമുക്ക് പഠിക്കാം. കണ്ടില്ലേ, നമ്മുടെ കോർണേഴ്സ് 4 കോർണേഴ്സും ഫസ്റ്റ് ലെയറിൻ്റെ 4 കോർണേഴ്സും സെറ്റ് ആയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഫസ്റ്റ് ലെയർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കോർണേഴ്സ് എങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്ന് പഠിക്കാം. അതിനായിട്ട് നമ്മുടെ ബ്ലാങ്ക് ക്യൂബിൽ ഞാൻ കോർണേഴ്സ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഇതിൽ കൺഫ്യൂഷൻ ഇല്ലാതെ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് സിമ്പിളായിട്ട് പഠിക്കാം. ആദ്യം നമുക്കിതിൻ്റെ കോർണേഴ്സ് മാത്രം ഷഫിൾ ചെയ്യാം. അപ്പോൾ നമ്മുടെ കോർണേഴ്സ് ഞാനൊന്ന് ഷഫിൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കോർണേഴ്സ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ നിന്നാണ് നമുക്ക് നമ്മുടെ ആൽഗരിതംസ് യൂസ് ചെയ്ത് തുടങ്ങേണ്ടത്. അപ്പോൾ ആൽഗരിതംസ് എന്ന് പറയുമ്പോൾ വലിയ ആൽഗരിതമൊന്നുമല്ല, വളരെ കുഞ്ഞ് ആൽഗരിതംസാണ്. അപ്പോൾ നമ്മുടെ ആൽഗരിതംസ് നമുക്ക് കറക്റ്റായിട്ടൊന്ന് പഠിക്കാം. നമ്മളിപ്പോൾ ആൽഗരിതംസ് നോക്കുന്നതിന് മുന്നേ ക്യൂബിൻ്റെ കുറച്ച് മൂവ്മെൻറ്റ്സ് നോക്കേണ്ടതുണ്ട്. നമ്മളിപ്പോൾ ക്യൂബിൻ്റെ 3 ലെയേഴ്സ് മാത്രമേ മൂവ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് അത് മാത്രം നോക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ മൂവ് ചെയ്യുന്ന 3 ലെയേഴ്സ്. ഇത് നമ്മുടെ റൈറ്റ് ലെയർ, ഇത് നമ്മുടെ ലെഫ്റ്റ് ലെയർ, പിന്നെ ഇത് നമ്മുടെ അപ്പർ ലെയർ. ഇനി നമുക്ക് മൂവ്മെൻറ്റ്സ് നോക്കാം. ആദ്യം ആർ മൂവ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ റൈറ്റ് ലെയറിനെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഒരു പ്രാവശ്യം തിരിക്കുന്നതിനെയാണ് ആർ മൂവ്മെൻ്റ് എന്ന് പറയുന്നത്. ഇത് കണ്ടില്ലേ, ഇതാണ് ആർ മൂവ്മെൻറ്റ്. ഇനി ആർ പ്രൈം എന്ന് പറയുമ്പോൾ നമ്മുടെ റൈറ്റ് ലെയറിനെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഒരു പ്രാവശ്യം തിരിക്കുന്നതിനാണ് ആർ പ്രൈം എന്ന് പറയുന്നത്. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ ആറിനൊപ്പം ഒരു അപ്പോസ്ട്രോഫി കാണുന്നില്ലേ? ആറിൻ്റെ കൂടെ അപ്പോസ്ട്രോഫി ചേരുമ്പോൾ അത് മീൻ ചെയ്യുന്നത് ആർ പ്രൈം എന്നാണ്. ഏതൊരു മൂവ്മെൻ്റ് കൂടെയും അപ്പോസ്ട്രോഫി ചേരുമ്പോൾ അത് പ്രൈം ആവും. പ്രൈം എന്ന് പറയുമ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഓക്കെ. ഇനി എൽ മൂവ്മെൻറ്റ് നമ്മുടെ ലെഫ്റ്റ് ലെയറിനെ ഒരു പ്രാവശ്യം ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിക്കുന്നതിനാണ് എൽ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. എൽ മൂവ്മെൻറ്റും ആർ മൂവ്മെൻറ്റും എപ്പോഴും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. ഓക്കെ. ഇനി എൽ പ്രൈം ലെഫ്റ്റ് ലെയറിനെ ഒരു പ്രാവശ്യം ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിക്കുന്നതിനാണ് എൽ പ്രൈം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എപ്പോഴും എൽ പ്രൈമും ആർ പ്രൈമും ഓപ്പോസിറ്റ് ഡയറക്ഷൻസിലായിരിക്കും. ഓക്കെ. ഇനി യു മൂവ്മെൻറ്റ് അപ്പർ ലെയറിനെ ഒരു പ്രാവശ്യം ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിക്കുന്നതിനെയാണ് യു മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അപ്പർ ലെയറിനെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഒരു പ്രാവശ്യം തിരിക്കുന്നതിനെയാണ് യു പ്രൈം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് 6 മൂവ്മെൻറ്റ്സ് മാത്രം ഇപ്പോൾ അറിഞ്ഞിരുന്നാൽ മതി. ഇനി നമുക്ക് ആൽഗരിതംസ് നോക്കാം. നമ്മൾ ടോട്ടൽ ട്യൂട്ടോറിയലിൽ നമ്മൾ റൈറ്റ് സൈഡിൽ 2 ആൽഗരിതംസാണ് പഠിക്കുന്നത്. പിന്നെ നമ്മളതിൻ്റെ അതുപോലെ അതേ സെയിം ആൽഗരിതം നമ്മൾ മിററായിട്ട് ലെഫ്റ്റ് സൈഡും ചെയ്യേണ്ടി വരും. അത്രയേ ഉള്ളൂ. അപ്പോൾ ടോട്ടൽ നമ്മൾ 4 ആൽഗരിതംസാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കാം. നമ്മുടെ ഫസ്റ്റ് ആൽഗരിതം എന്ന് പറയുമ്പോൾ റൈറ്റ് ഹാൻഡ് ആൽഗരിതമാണ്. അത് വന്നിട്ട് ആർ യു ആർ പ്രൈം യു പ്രൈം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ആൽഗരിതം, റൈറ്റ് ഹാൻഡ് ആൽഗരിതം. ഇനി നമ്മളിത് സോൾവ് ചെയ്യുന്ന ആൽഗരിതമാണ് ഇതിൻ്റെ റിവേഴ്സ് ആൽഗരിതം എന്ന് പറയുന്നത്, റൈറ്റ് ഹാൻഡ് റിവേഴ്സ് ആൽഗരിതം. നമ്മൾ റൈറ്റ് ഹാൻഡ് ആൽഗരിതം ചെയ്ത് കഴിഞ്ഞ് ഇനി റൈറ്റ് ഹാൻഡ് റിവേഴ്സ് ആൽഗരിതമാണ് ചെയ്യാൻ പോകുന്നത്. അത് വരുമ്പോൾ റൈറ്റ് ഹാൻഡ് ആൽഗരിതം ആർ യു ആർ പ്രൈം യു പ്രൈം ചെയ്തതിൻ്റെ റിവേഴ്സ് ചെയ്യുമ്പോൾ യു ആർ യു പ്രൈം ആർ പ്രൈം. കണ്ടില്ലേ? ഇതേ സെയിം 2 കണ്ടീഷൻ തന്നെയാണ് നമ്മൾ ലെഫ്റ്റ് സൈഡും യൂസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് അത് ലെഫ്റ്റ് സൈഡ് വരുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ആൽഗരിതം ആവും. നമ്മൾ ലെഫ്റ്റ് ലെയർ മേളിലോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മൾ റൈറ്റ് ലെയർ മേളിലോട്ട് കൊണ്ടുപോയപ്പോൾ അത് ആർ മൂവ്മെൻ്റ് ആയിരുന്നു. കാരണം ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. ഇത് വരുമ്പോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. പക്ഷേ നമ്മൾ ലെഫ്റ്റ് ലെയർ മേളിലോട്ട് കൊണ്ടുപോകുമ്പോൾ അത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മൂവ്മെൻറ്റ് എൽ ആവില്ല, എൽ പ്രൈം ആയിരിക്കും. അപ്പോൾ എൽ പ്രൈം. അതുപോലെ തന്നെ നമ്മൾ റൈറ്റ് ലെയറിൽ നിന്ന് നമ്മൾ യു അപ്പർ ലെയർ ഫ്രണ്ടിലോട്ട് കൊണ്ടുവരുമ്പോൾ അത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. പക്ഷേ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന്
അപ്പർ ലെയർ ഫ്രണ്ടിലോട്ട് കൊണ്ടുവരുമ്പോൾ അത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അത് യു പ്രൈം ആവും. ഓക്കെ, എൽ പ്രൈം, യു പ്രൈം. അടുത്ത് രണ്ടും തിരിച്ചു കൊണ്ടുവരണം. ആദ്യം ലെഫ്റ്റ് ലെയർ താഴോട്ട് കൊണ്ടുവരണം. ലെഫ്റ്റ് ലെയർ താഴോട്ട് കൊണ്ടുവരുമ്പോൾ എൽ തന്നെ ആയിരിക്കും, കാരണം അത് ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. കണ്ടില്ലേ, എൽ. അടുത്ത് യു തിരിച്ചു കൊണ്ടുപോകുമ്പോൾ അത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയിരിക്കും, അതുകൊണ്ട് യു ആയിരിക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് ആൽഗരിതം. ഇനി ഇതിൻ്റെ റിവേഴ്സ് ആൽഗരിതമാണ് വരുന്നത്. സെയിം നമ്മൾ റൈറ്റ് ചെയ്ത മൂവ്മെൻറ്റ് അതേപോലെ തന്നെ ലെഫ്റ്റ് ചെയ്യുക. റൈറ്റ് റിവേഴ്സ് ആൽഗരിതത്തിൽ ചെയ്ത അതേ മൂവ്മെൻറ്റ് ലെഫ്റ്റിലും ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ആദ്യം യു പ്രൈം, എൽ പ്രൈം, യു, എൽ. ഇതാണ് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് റിവേഴ്സ് ആൽഗരിതം. നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ആൽഗരിതം ചെയ്തു, അതിൻ്റെ റിവേഴ്സ് ആൽഗരിതമാണ് ഇപ്പോൾ ചെയ്തത്. നമ്മൾ മൊത്തം ക്യൂബ് സോൾവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഇത് 4 ആൽഗരിതംസ് മാത്രമാണ്. ഡിഫറൻറ്റ് കണ്ടീഷൻസിൽ വേറെ വേറെ രീതിയിൽ യൂസ് ചെയ്യുന്നേ ഉള്ളൂ. പക്ഷേ 4 ആൽഗരിതം മാത്രം നമ്മൾ പഠിക്കേണ്ട ആവശ്യമുള്ളൂ. വളരെ സിമ്പിളായ ആൽഗരിതംസാണ്. വെറും 4 മൂവ്മെൻറ്റ്സ് ഇതേ ഉള്ളൂ. നമ്മുടെ റൈറ്റ് ഹാൻഡ് ആൽഗരിതം വരുമ്പോൾ ആർ, യു, ആർ പ്രൈം, യു പ്രൈം. അതുപോലെ തന്നെ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് ആൽഗരിതം വരുമ്പോൾ എൽ പ്രൈം, യു പ്രൈം, എൽ, യു. കണ്ടില്ലേ, രണ്ടും സെയിം കണ്ടീഷനാണ്, ഒരേ കണ്ടീഷനാണ് വന്നിരിക്കുന്നത്. സെയിം ആൽഗരിതംസ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ റൈറ്റ് റിവേഴ്സ് ആൽഗരിതം വരുമ്പോൾ ആദ്യം യു, ആർ, യു പ്രൈം, ആർ പ്രൈം. അതുപോലെ തന്നെ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് റിവേഴ്സ് ആൽഗരിതം വരുമ്പോൾ യു പ്രൈം, എൽ പ്രൈം, യു, എൽ. ഓക്കെ, ഇപ്പോൾ ആൽഗരിതംസ് വേണ്ട, ആൽഗരിതംസ് പഠിക്കാൻ വയ്യ, അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ ആൽഗരിതംസ് ആയിട്ട് പഠിക്കേണ്ട. ഇപ്പോൾ നമ്മുടെ മൂവ്മെൻറ്റ്സ് മാത്രം ഓർത്ത് വെച്ചത് പഠിച്ചാൽ മാത്രം മതി. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇപ്പോൾ ഇവിടെ താഴെ ക്രോസ് അതുപോലെ തന്നെ ഉണ്ട്. നമ്മൾ കോർണേഴ്സ് മാത്രമേ ഷഫിൾ ചെയ്തിട്ടുള്ളൂ. ഓരോ കോർണേഴ്സായിട്ട് നമുക്ക് അതാത് സ്ഥലത്ത് ഫിക്സ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ഒരു കോർണർ എടുക്കാം. ഈ കോർണർ ഫസ്റ്റ് എടുക്കാം. ഈ കോർണർ ഫിക്സ് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ കോർണറിൻ്റെ കളേഴ്സ് നോക്കണം. ഈ കോർണറിൽ വന്നിട്ട് വൈറ്റ്, ഗ്രീന്, ഓറഞ്ചാണുള്ളത്. വൈറ്റ് വന്നിട്ട് നമ്മുടെ ഫേസിൻ്റെ കളറാണ്, ഫസ്റ്റ് ലെയറിൻ്റെ ഫേസ് കളറാണ് വൈറ്റ്. അപ്പോൾ നമ്മൾ എഡ്ജിൻ്റെ 2 കളർ ശ്രദ്ധിക്കണം. ഗ്രീനിൻ്റെ ഓറഞ്ചിൻ്റെ എഡ്ജ് ആദ്യം കണ്ടുപിടിക്കണം. ഇത് ഗ്രീന്, റെഡാണ്. ഗ്രീൻ, ഓറഞ്ച്. അപ്പോൾ നമുക്ക് ആ കോർണർ ഇവിടെയാണ് ഫിക്സ് ചെയ്യേണ്ടത്. അപ്പോൾ ഗ്രീന്, ഓറഞ്ച്, വൈറ്റ്, ഇവിടെയാണ് നമുക്ക് ആ കോർണർ ഫിക്സ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആ കോർണറിനെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ ഏത് കോർണറാണ് ഫിക്സ് ചെയ്യേണ്ടത് ആ കോർണറെ നമ്മൾ റൈറ്റ് സൈഡ് പ്ലേസ് ചെയ്യണം. ഇവിടെയാണ് ഫിക്സ് ചെയ്യേണ്ടത്. അതുകൊണ്ട് നമ്മളിത് റൈറ്റ് സൈഡ് ഫിക്സ് ചെയ്യണം. ഈ എഡ്ജിനെ ഓറഞ്ച്, ഗ്രീന്, വൈറ്റിൻ്റെ കോർണർ നമ്മൾ ഫസ്റ്റ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓറഞ്ച്, ഗ്രീന്, വൈറ്റ് കോർണർ നമ്മൾ റൈറ്റ് സൈഡ് ഫിക്സ് ചെയ്ത് നമ്മൾ ആ കോർണറിനെ ജസ്റ്റ് മൂവ് ചെയ്ത്, ഇതിപ്പോൾ ഇവിടെയാണ് ഇരിക്കുന്നത് കോർണർ, ഇതിന് ജസ്റ്റ് ഇവിടെ നിന്ന് മൂവ് ചെയ്ത് മൂവ് ചെയ്യുമ്പോൾ ഇവിടെ എത്തും. ഇവിടെ കൊണ്ട് വെക്കുക. അതിനുശേഷമാണ് നമ്മുടെ ആൽഗരിതംസ് യൂസ് ആവുന്നത്. ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ വൈറ്റ് റൈറ്റ് സൈഡ് ഫേസ് ചെയ്യും. നമ്മുടെ റൈറ്റ് ഫേസിലായിരിക്കും വൈറ്റ് വരിക. ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ആൽഗരിതം എന്ന് പറയുമ്പോൾ നമ്മുടെ റൈറ്റ് ഹാൻഡ് ആൽഗരിതമാണ്. റൈറ്റ് ലെയർ ഒന്ന് മേലോട്ട് കൊണ്ടുപോവുക. എന്നിട്ട് അപ്പ് ലെയർ ഒന്ന് ഫ്രണ്ടിലോട്ട് കൊണ്ടുവരിക. എന്നിട്ട് റൈറ്റ് ലെയർ താഴോട്ട് കൊണ്ടുപോവുക. അപ്പ് ലെയർ വീണ്ടും തിരിച്ചു കൊണ്ടുവെക്കുക. ഒന്നുകൂടെ നോക്കാം. റൈറ്റ് സൈഡ് മേലോട്ട് കൊണ്ടുപോവുക. അപ്പ് സൈഡ് ഫ്രണ്ടിൽ കൊണ്ടുവെക്കുക. എന്നിട്ട് റൈറ്റ് വീണ്ടും താഴോട്ട് കൊണ്ടുവരിക. എന്നിട്ട് അപ്പ് സൈഡ് തിരിച്ചു കൊണ്ടുപോവുക. നമ്മൾ ആൽഗരിതമായിട്ട് പഠിക്കുമ്പോൾ ഇതിങ്ങനെയാവും വരിക. ആർ, യു, ആർ പ്രൈം, യു പ്രൈം എന്ന് പറയുമ്പോൾ ആർ എന്ന് പറയുമ്പോൾ നമ്മൾ റൈറ്റ് ലെയർ ക്ലോക്ക് വൈസ് തിരിക്കുന്നതിനാണ് നമ്മൾ ആർ എന്ന് പറയുന്നത്. യു എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ അപ്പർ ലെയറിനെ ക്ലോക്ക് വൈസ് തിരിക്കുന്നതാണ് യു എന്ന് പറയുന്നത്. ആർ പ്രൈം എന്ന് പറയുമ്പോൾ നമ്മുടെ റൈറ്റ് ലെയറിനെ ആൻറ്റി ക്ലോക്ക് വൈസ് തിരിക്കുന്നതിനാണ് ആർ പ്രൈം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ യു പ്രൈം എന്ന് പറയുമ്പോൾ നമ്മുടെ അപ്പർ ലെയറിനെ
ആൻറ്റി ക്ലോക്ക് വൈസ് തിരിക്കുന്നതാണ് യു പ്രൈം എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നുകൂടെ നോക്കാം. ആറെന്ന് പറയുമ്പോൾ ആറിന് നമ്മൾ ക്ലോക്ക് വൈസ് തിരിച്ചു. യു എന്ന് പറയുമ്പോൾ അപ്പർ ലൈന് നമ്മൾ ക്ലോക്ക് വൈസ് തിരിച്ചു. ആർ പ്രൈം എന്ന് പറയുമ്പോൾ ആറിന് നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസ് തിരിച്ചു. യു പ്രൈം എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ അപ്പർ ലെയറിനെ ആൻറ്റി ക്ലോക്ക് വൈസ് തിരിച്ചു. ഓക്കെ, അങ്ങനെ നമ്മുടെ ഫസ്റ്റ് കോർണർ ഫിക്സ് ആയിട്ടുണ്ട്. ഇവിടെ ഫസ്റ്റ് കോർണർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അടുത്ത് വേറൊരു കോർണർ നോക്കാം. ഓക്കെ, അടുത്ത് നമുക്ക് ഈ കോർണർ സെറ്റ് ചെയ്യാം. ഈ കോർണർ സെറ്റ് ചെയ്യുമ്പോൾ അത് എന്താ ചെയ്യേണ്ടത്? കോർണറിൻ്റെ കളേഴ്സ് നോക്കണം. ഗ്രീന്, റെഡ്, വൈറ്റാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഗ്രീനും റെഡും വരുന്ന എഡ്ജ് നമ്മൾ റൈറ്റ് സൈഡ് പ്ലേസ് ചെയ്യണം. ഇത് വന്നിട്ടുണ്ട് റെഡ്, ഗ്രീൻ, ഈ എഡ്ജ് നമ്മൾ റൈറ്റ് സൈഡ്. അപ്പോൾ ഈ കോർണർ ഇവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആ കോർണറിനെ നമ്മൾ ഈ എഡ്ജിൻ്റെ നേരെ മുകളിൽ കൊണ്ടുവെക്കണം. ആദ്യം നമ്മളവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് ഇതിപ്പോൾ നമ്മുടെ ഒരു പുതിയ കണ്ടീഷനാണ്. നേരത്തെ നമ്മുടെ വൈറ്റ് സൈഡ് വന്നത് റൈറ്റ് ഫേസിലാണ്, ഇപ്പോൾ വൈറ്റ് വന്നേക്കുന്നത് ഫ്രണ്ട് ഫേസിലാണ്. ഇത് നമ്മുടെ സെക്കൻഡ് കണ്ടീഷനാണ്. ഇവിടെയാണ് നമ്മൾ നമ്മുടെ റൈറ്റ് ആൻഡ് റിവേഴ്സ് അൽഗോരിതം യൂസ് ചെയ്യുന്നത്. എന്ന് പറയുമ്പോൾ യു ആർ യു പ്രൈം ആർ പ്രൈം കണ്ടല്ലേ, പ്ലേസ് ഉണ്ട്. ഒന്നുകൂടെ നോക്കാം. യു ആർ യു പ്രൈം ആർ പ്രൈം. വളരെ സിമ്പിളായിട്ടുള്ള വെറും ചെറിയൊരു ആൽഗോരിതം മാത്രമാണ് ഇത്. രണ്ടും ആക്ച്വലി ഒരേ ഒരു ആൽഗോരിതമാണ്. ഫസ്റ്റ് ചെയ്യുന്ന ആൽഗോരിതം തന്നെയാണ് ഇതും. അതിന് ജസ്റ്റ് നമ്മൾ റിവേഴ്സ് ഒന്ന് ചെയ്താൽ മാത്രം മതി ഈ ഒരു കണ്ടീഷൻ നമുക്ക് സോൾവ് ചെയ്യാൻ. വേറെ ആൽഗോരിതംസിൻ്റെ ആവശ്യമൊന്നുമില്ല. അങ്ങനെ നമ്മുടെ രണ്ട് കോർണേഴ്സ് പ്ലേസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മൂന്നാമത്തെ കോർണർ നോക്കാം. നമുക്ക് അടുത്തൊരു കോർണർ കിട്ടിയിട്ടുണ്ട്. മൂന്നാമത്തെ ഒരു കോർണർ കിട്ടിയിട്ടുണ്ട്. ഇതായിരിപ്പുണ്ട്. ഇതിനെ അപ്പോൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഇതിൻ്റെ കളേഴ്സ് നോക്കണം. ആദ്യം ഓറഞ്ച്, ബ്ലൂ, വൈറ്റാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഓറഞ്ച് ബ്ലൂവും വരുന്ന എഡ്ജ് നമ്മൾ കണ്ടുപിടിക്കണം. ഇതായിരിപ്പുണ്ട് ഓറഞ്ച് ബ്ലൂ വരുന്ന എഡ്ജ് ഇതായിരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ ആ കോർണറിനെ ആദ്യം ഈ എഡ്ജിൻ്റെ മേളിൽ കൊണ്ടുവെക്കണം. കോർണർ കറക്റ്റായിട്ട് പ്ലേസ് ആയിട്ടുണ്ട്. ഇത് നേരത്തെ നമ്മൾ കണ്ട രണ്ട് കണ്ടീഷനും അല്ല. ഫസ്റ്റ് നമ്മൾ കണ്ട കണ്ടീഷനിൽ വൈറ്റ് റൈറ്റ് സൈഡാണ് വന്നത്. സെക്കൻഡ് കണ്ട കണ്ടീഷനിൽ വൈറ്റ് ഫ്രണ്ടിലാണ് വന്നത്. ഇതിപ്പോൾ വൈറ്റ് മേളിലാണ് വന്നിരിക്കുന്നത്. ഇതിന് നമ്മൾ പുതുതായിട്ടൊരു ആൽഗോരിതം പഠിക്കേണ്ട ആവശ്യമില്ല. ഇതിന് നമ്മൾ ഫസ്റ്റ് കണ്ടീഷനിൽ ചെയ്ത അതേ ആൽഗോരിതം നമ്മൾ 3 പ്രാവശ്യം ഇത് റിപ്പീറ്റ് ചെയ്ത് ചെയ്താൽ മതി. 3 ടൈംസ് റിപ്പീറ്റ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കോർണർ ഇവിടെ കറക്റ്റായിട്ട് സെറ്റ് ആകുന്നതായിരിക്കും. നോക്കാം. ആർ യു ആർ പ്രൈം യു പ്രൈം ഒരു പ്രാവശ്യമായി. ആർ യു ആർ പ്രൈം യു പ്രൈം 2 പ്രാവശ്യമായി. ആർ യു ആർ പ്രൈം യു പ്രൈം കണ്ടില്ലേ? നമ്മുടെ മൂന്നാമത്തെ കോർണർ സെറ്റായിട്ടുണ്ട്. അടുത്തിന് നാലാമത്തെ കോർണർ സെറ്റ് ചെയ്യണം. നാലാമത്തെ കോർണർ നോക്കാം. ഇതാണ് നമ്മുടെ പുതിയൊരു കണ്ടീഷൻ. ഇതിപ്പോൾ നമ്മളിത് ഇത്രയും നേരം കണ്ടത് മേളിലത്തെ ലെയറിൽ വരുന്ന കോർണേഴ്സിനെ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഒരു കോർണർ മേളിലത്തെ ലെയറിൽ വന്നിട്ടില്ല. ഇപ്പോൾ താഴത്തെ ലെയറിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അത് വന്നിരിക്കുന്ന അതിൻ്റെ പ്ലേസും കറക്റ്റാണ്. ഇതൊന്നും നമുക്ക് തിരിച്ച് പ്ലേസ് ചെയ്താൽ മതി. ഇപ്പോൾ പ്ലേസ് ചെയ്ത് തന്നെയാണ്. ബ്ലൂ, റെഡ്, വൈറ്റാണ് ഇവിടെ വരേണ്ടത്. പക്ഷേ ഇതിന് ജസ്റ്റ് നമുക്ക് തിരിച്ചൊന്ന് പ്ലേസ് ചെയ്യണം, അത്രയേ ഉള്ളൂ. ഇവിടെ ആദ്യം നമ്മൾ ഇതിന് വേണ്ടി നമുക്ക് ആദ്യം എന്താ ചെയ്യേണ്ടത്? നമ്മൾ ആദ്യം ഈ കോർണറിനെ നമ്മുടെ അപ്പർ ലെയറിൽ കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ടും വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ഫസ്റ്റ് ആൽഗോരിതം തന്നെ യൂസ് ചെയ്താൽ മതി ഒരു ഒറ്റ പ്രാവശ്യം. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്നതായിരിക്കും ആ കോർണർ. അത് തന്നെ ചെയ്യാം. ആർ യു ആർ പ്രൈം യു പ്രൈം. അപ്പോൾ നമുക്ക് മേളിൽ കിട്ടിയിട്ടുണ്ട് കോർണർ. ഇപ്പോൾ നമുക്ക് കിട്ടിയ കണ്ടീഷൻ അറിയാമല്ലോ. നമുക്ക് നമ്മുടെ ലാസ്റ്റ് കണ്ടീഷനാണ് നമുക്ക് മേളിൽ കിട്ടിയിരിക്കുന്നത്. നമ്മുടെ വൈറ്റ് മേളിൽ വരുന്ന കണ്ടീഷൻ. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? 3 പ്രാവശ്യം ആദ്യത്തെ ആൽഗോരിതം റിപ്പീറ്റ് ചെയ്യുക. ആർ യു ആർ പ്രൈം യു പ്രൈം ആർ യു
ആർ പ്രൈം യു പ്രൈം ആർ യു ആർ പ്രൈം യു പ്രൈം. ഇത് കണ്ടില്ലേ, നമ്മുടെ ഫസ്റ്റ് ലെയർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വെറും ചെറിയ 2 ആൽഗോരിതംസ് കൊണ്ട് നമുക്ക് ഫസ്റ്റ് ലെയർ കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. വെറും ഈ 2 കുഞ്ഞ് ആൽഗോരിതംസും യൂസ് ചെയ്താണ് നമ്മൾ മൊത്തം ക്യൂബും സോൾവ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ പുതുതായിട്ട് ആൽഗോരിതംസ് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്കിനി നോർമലായിട്ട് ഒരു ക്യൂബ് ഷഫിൾ ചെയ്തിട്ട് അതിൽ കോർണർ സെറ്റ് ചെയ്യാം. എന്താണ് നമ്മുടെ നോർമൽ ക്യൂബ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ നോർമൽ ക്യൂബ് ഷഫിൾ ചെയ്തിട്ടുണ്ട്, ക്രോസ് മാത്രമേ വെച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് കോർണർ സെറ്റ് ചെയ്യാം. ആദ്യം നമ്മുടെ അപ്പർ ലെയറിൽ തന്നെ ഒരു കോർണർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ കോർണറിന് നമുക്ക് അതിൻ്റെ കറക്റ്റ് എഡ്ജിൽ കൊണ്ടുവരാം. റെഡ് ഗ്രീന് വൈറ്റാണ്. അപ്പോൾ നമുക്ക് റെഡ് ഇവിടെയുണ്ട്, ഗ്രീൻ ഇവിടെയുണ്ട്. ഈ സൈഡ് എഡ്ജിൻ്റെ മേളിൽ കൊണ്ടുവരണം അതിനെ. അതിനുശേഷം നമ്മുടെ ഇപ്പോൾ വൈറ്റ് ഫേസ് റൈറ്റ് സൈഡ് വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്, നമ്മുടെ ഫസ്റ്റ് ആൽഗോരിതം യൂസ് ചെയ്യുക ഒരു പ്രാവശ്യം. ആർ യു ആർ പ്രൈം യു പ്രൈം. അപ്പോൾ നമ്മുടെ ആ കോർണർ സെറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ നെക്സ്റ്റ് നമുക്ക് അടുത്തൊരു കോർണർ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കളർ ഇപ്പോൾ ഏതാണെന്ന് നോക്കാം നമുക്ക്. ഗ്രീന് ഓറഞ്ച് വൈറ്റാണ്. അപ്പോൾ ഗ്രീനും ഓറഞ്ച് വരുന്ന എഡ്ജ് നമ്മൾ കണ്ടുപിടിക്കുക. ഇവിടെ ഗ്രീനും ഇവിടെ ബ്ലൂവും ഓറഞ്ചുമാണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ ഓറഞ്ചും ഗ്രീനും ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ കോർണർ ഇവിടെ കൊണ്ടുവെക്കുക. അതിനുശേഷം ഇവിടെ എന്ന് വെച്ചാൽ ജസ്റ്റ് ഈ എഡ്ജിൻ്റെ നേരെ ഓപ്പോസിറ്റ് കോർണറിൽ കൊണ്ടുവെക്കുക. എവിടെയാണ് കോർണർ വരേണ്ടത് അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് കോർണറിൽ കൊണ്ടുവെക്കുക. അതിനുശേഷം നമുക്കിപ്പം കണ്ടീഷൻ നോക്കുക. വൈറ്റ് മേളിൽ വരുന്ന കണ്ടീഷനാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആൽഗോരിതം നമ്മൾ 3 ടൈംസ് ചെയ്യണം. ആർ യു ആർ പ്രൈം യു പ്രൈം ആർ യു ആർ പ്രൈം യു പ്രൈം ലാസ്റ്റ് ടൈം ആർ യു ആർ പ്രൈം യു പ്രൈം. നമ്മുടെ കോർണർ സെറ്റ് ആയിട്ടുണ്ട്. അടുത്ത് നമുക്ക് താഴെയുള്ള ഒരു കോർണർ കിട്ടിയിട്ടുണ്ട്. ആദ്യ കോർണർ നമ്മൾ മേളിൽ കൊണ്ടുപോവുക. അതിനുശേഷം ഇത് പ്ലേസ് ചെയ്യുക. താഴെയുള്ള കോർണറിന് മേളിൽ കൊണ്ട് എന്താ ചെയ്യേണ്ടത്, നമ്മുടെ ഫസ്റ്റ് ആൽഗോരിതം ഒരു പ്രാവശ്യം യൂസ് ചെയ്യുക. ആർ യു ആർ പ്രൈം യു പ്രൈം. ഇനി ആ കോർണർ പ്ലേസ് ചെയ്യുക. ഈ കോർണർ എങ്ങനെയാണ് പ്ലേസ് ചെയ്യുന്നത്, ഇതിൻ്റെ കളർ നോക്കുക. റെഡ് ബ്ലൂ വൈറ്റ്. അപ്പോൾ നമ്മൾ റെഡും ബ്ലൂവിൻ്റെ എഡ്ജിൻ്റെ മേളിൽ കൊണ്ടുവെക്കുക. ഇതിനെ ഇവിടെ ഉണ്ട് റെഡ് ബ്ലൂ ഇവിടെ ഉണ്ട്. ഇവിടെ കൊണ്ടുവെക്കുക. ഇവിടെ വരേണ്ടതാണ്. ഇവിടെ കൊണ്ടുവെക്കുക. ജസ്റ്റ് ഓപ്പോസിറ്റ് കോർണറിൽ കൊണ്ടുവെക്കുക. ഓക്കെ, അത് വന്നിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത്, ഇതിപ്പോൾ നമ്മുടെ ഫസ്റ്റ് കണ്ടീഷനാണ് വന്നിരിക്കുന്നത്. റൈറ്റ് സൈഡാണ് വൈറ്റ് വന്നിരിക്കുന്നത്. അവിടെ നമ്മുടെ ഫസ്റ്റ് ആൽഗോരിതം ഒറ്റ പ്രാവശ്യം യൂസ് ചെയ്താൽ മതി. ആർ യു ആർ പ്രൈം യു പ്രൈം യൂസ് ആയിട്ടുണ്ട്. ഓക്കെയാണ്. അടുത്ത കോർണർ നമുക്ക് നോക്കാം. അടുത്ത കോർണർ ഇതായിരിക്കുന്നു. അത് നമ്മൾ ആദ്യം കളർ നോക്കുക. ബ്ലൂവും ഓറഞ്ച് വൈറ്റാണ്. അപ്പോൾ നമ്മൾ ബ്ലൂവിൻ്റെയും ഓറഞ്ചിൻ്റെയും എഡ്ജിൻ്റെ മേളിൽ കൊണ്ടുവെക്കുക. അതിനാദ്യം ഇവിടെയാണ് ബ്ലൂ ഓറഞ്ച് എഡ്ജുള്ളത്. ഇവിടെ കൊണ്ടുവച്ചു. അതിനുശേഷം വൈറ്റ് മേളിലായിട്ട് നമ്മൾ 3 പ്രാവശ്യം നമ്മുടെ ഫസ്റ്റ് ആൽഗോരിതം റിപ്പീറ്റ് ചെയ്യുക. ആർ യു ആർ പ്രൈം യു പ്രൈം. സെക്കൻഡ് ടൈം ആർ യു ആർ പ്രൈം യു പ്രൈം. തേർഡ് ടൈം ആർ യു ആർ പ്രൈം യു പ്രൈം. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ലെയർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ പാർട്ടും എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഉടനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തിടുക. എന്നാൽ മാത്രമേ അടുത്തുള്ള വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.